24-ാം ദിവസം. ആരുടെ കൊടിക്കീഴിൽ? നന്മയും തിന്മയും തമ്മിൽ, സത്യവും അസത്യവും തമ്മിൽ, സൗന്ദര്യവും വൈരൂപ്യവും തമ്മിൽ, ജീവനും മരണവും തമ്മിൽ, ഓരോ വ്യക്തിയിലും ലോകത്താകെയും നടക്കുന്ന സംഘർഷത്തിന് വിശുദ്ധ ഇഗ്നീഷ്യസ് ഒരു ഭാവനാചിത്രം രചിക്കുന്നു. 1. പുരാതന ബാബിലോൺ സാമ്രാജ്യം അയൽ രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുന്നതിൽ കാണിച്ച കൗടില്യവും ക്രൂരതയും ബൈബിൾ തന്നെ വിവരിക്കുന്നുണ്ട്. അവിടെ ഒരു അഗ്നിസിംഹാസനത്തിൽ അസത്യത്തിൻ്റെ മാലാഹയായ സാത്താൻ അനുജരോട് പ്രസംഗിക്കുന്നു. കെണിയിൽ വീഴ്ത്തുകയാണ് നമ്മുടെ പണി. ശീലങ്ങൾ ഉണ്ടാക്കുകയാണ് നമ്മുടെ വിജയം. പണമുണ്ടാക്കുക, അധികാരം നേടുക, പിന്നെ നമുക്കെന്ത് സംഭവിക്കുവാൻ? ആര് നമ്മളെ തൊടാൻ? ഈ ചിന്തകളാണ് നിങ്ങൾ അവരിൽ ഉണ്ടാക്കേണ്ടത്. അതായത് മ്ലേച്ഛം എന്നവർക്ക് തോന്നാവുന്ന കാര്യങ്ങളിലേക്കല്ല, മാന്യം എന്ന് പൊതുജനം കാണുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ അവരെ നയിക്കേണ്ടത്. പിന്നെ മെല്ലെ മെല്ലെ പൂർണ്ണമായും നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരിക. വേഗം എല്ലായിടങ്ങളിലും, എല്ലാ സംരംഭങ്ങളിലും, സംഘടനകളിലേക്കും, പ്രസ്ഥാനങ്ങളിലേക്കും, എല്ലാവരിലേക്കും. 2. ശാലീനസുന്ദരമായ പാലസ്തീനയിലെ ഒരു ഗ്രാമത്തിൽ ഒരു പുൽമൈതാനിയിൽ ശിഷ്യരുടെയും ഇടയനല്ലാത്ത ആടുകളായ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ സൗമ്യനായി സന്തോഷവാനായി യേശു. അവിടുന്ന് അവരോട്, നമുക്ക് പിതാവിൻ്റെ നീതി ഈ ഭൂമിയിലെ രീതിയാക്കണം. എന്താണ് അതിന് വഴി? നികൃഷ്ട മാമോൻ എന്ന് ഞാൻ വിളിക്കുന്ന ധനത്തിൻ്റെ ആർത്തി, അധികാരദാഹം, മനുഷ്യരെ ഭരിക്കുവാൻ മോഹം, ഇതൊക്കെ എത്ര അസുന്ദരമാണെന്നും സമഭാവനയും സാഹോദര്യവും എത്ര സുന്ദരമാണെന്നും കാണിച്ചു കൊടുക്കണം. സഹോദരർക്ക് വേണ്ടി നിലപാടെടുക്കുക, സഹിക്കുക, വേണ്ടി വന്നാൽ മരിക്കുക, ഇതാണ് മനുഷ്യമഹത്വം എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പണവും പ്രൗഢിയും കണ്ണഞ്ചിപ്പിക്കാത്ത, അധികാര മത്സരങ്ങളുമില്ലാത്ത, സഹിച്ചും മരിച്ചും സഹോദരങ്ങളുടെ സംരക്ഷകരാകുന്ന ആ ജീവിതം എത്ര സുന്ദരം എന്നവർക്ക് മാതൃക കൊണ്ടും വാക്കുകൾ കൊണ്ടും ബോധ്യപ്പെടുത്തി കൊടുക്കണം. സമ്പാദ്യവും കുടുംബവും ത്യജിച്ച് ഈ പുതിയ ജീവിതത്തിൻ്റെ മുഴുസമയ സാക്ഷികളാകുവാൻ ചിലരെ പിതാവ് പ്രചോദിപ്പിച്ചേക്കാം. അതുമാകട്ടെ, പോകുക, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കും. പിതാവ് അയക്കുന്ന അരൂപി നിങ്ങളെ ശക്തിപ്പെടുത്തും. പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, യേശുവിനെ ആഴത്തിൽ അറിയുവാനും സ്നേഹിക്കുവാനും അടുത്തനുഗമിക്കുവാനും എനിക്ക് കൃപ തരിക. ആമീൻ.